വിജയ്. മമ്മി അങ്ങനെയൊന്നും പറയുമെന്ന് ഞാൻ കരുതിയില്ല. വിജയ് അത് കാര്യമാക്കണ്ട. കാര്യമാക്കാതെ വീണ്ടും ഞാനൊരു കോമാളിയെ പോലെ ചിരിക്കണോ? ആന്റി പറഞ്ഞതൊക്കെ കാര്യമാണ്. എന്നെക്കൊണ്ട് ഈ വീട്ടിനോ കമ്പനിക്കോ ഒരു ഉപകാരവും ഇല്ല. തന്റെ ഭർത്താവെന്നുള്ള അഡ്രസ്സിൽ നടക്കുക ഞാൻ. പക്ഷേ ആന്റി തന്നെ എനിക്ക് കല്യാണം കഴിച്ചു തരുമ്പോൾ എൻ്റെ കുടുംബം ഒട്ടും താഴെയല്ലായിരുന്നു. പിന്നീട് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ ചെയ്ത തെറ്റെന്താ ഇന്ദ്രജ? പരിചയമുള്ള ഒരാള് ഒരു ഡിന്നറിന് ക്ഷണിച്ചാൽ അതിന് അനുവാദം ചോദിക്കാൻ ഞാൻ ആന്റിയെ വിളിക്കണോ? ഞാനെന്താ അംഗൻവാടി പഠിക്കുന്ന കുട്ടിയോ? വീണ്ടും വിജയ്, മമ്മി വേറെ ഒരുപാട് കാര്യങ്ങളിൽ ടെൻഷനാണ്. അതുകൊണ്ട് ചിലപ്പോ പെട്ടെന്ന് ഓർക്കാതെയാവും. അതുകൊണ്ടല്ല. ഞാൻ സമ്പന്നനായിരുന്നെങ്കിൽ ഈ പറഞ്ഞതൊന്നും എനിക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു. ഞാനിവിടെ അടിമയായി കിടക്കുന്നത് തെറ്റ്. പണം ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും. പണമില്ലെങ്കിൽ തനിക്കായാലും എനിക്കായാലും ആന്റിയുടെ മുന്നിൽ ഒരു വില കാണില്ല. നമ്മുടെ കാര്യങ്ങൾ നടത്താൻ നമ്മുടെ കയ്യിൽ പണം വേണം. എന്തു ചെയ്തിട്ടായാലും എനിക്ക് പണം ഉണ്ടാക്കിയേ പറ്റൂ. എന്തടി? ജ്യൂസ് എടുക്കാനായിരുന്നു. മാഡത്തിന് ഏത് ജ്യൂസാ വേണ്ടെന്ന് പറഞ്ഞാല്. ഈ നേരത്തെ നിനക്കിപ്പോ ജ്യൂസ് കൊണ്ട് വന്നാലേ പറ്റുമല്ലേ? പൊയ്ക്കോ ഇവിടുന്ന്. പോവാൻ. വിജയ് പറഞ്ഞത് കാര്യമാണ്. നമുക്ക് നമ്മുടേതായ സമ്പാദ്യങ്ങൾ വേണം. മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നിർത്തണം. മോളെ നന്ദിനി, താങ്ക്സ് മോളെ. എന്താ സർ? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞന്ന് രാത്രി ഞാൻ മോളോടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്തു. എനിക്കെൻ്റെ പഴയ സൂര്യയെ തിരിച്ചു കിട്ടണമെന്ന്. എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന, ചെയ്യുന്ന കാര്യങ്ങളിൽ സൂക്ഷ്മതയുള്ള, എന്ത് റിസ്കും എടുക്കാൻ തയ്യാറായ എൻ്റെ പഴയ സൂര്യയെ ഇന്ന് ഞാൻ അവനിൽ കണ്ടു. മോള് കേട്ടില്ലേ? കമ്പനി പുതിയ ടെൻഡർ എടുക്കാനുള്ള തീരുമാനം എത്ര സ്ട്രോങ് ആയിട്ടാവാൻ പറഞ്ഞത്. ഇത്രയും കാലം മാറി നിന്നതുകൊണ്ട് അവനൊന്നും അറിയില്ല, അവൻ പഠിച്ചിട്ടില്ല എന്ന് പത്മ പറയുന്നു. പക്ഷേ അതിനെ അവൻ എതിർത്തു. ആ എതിർപ്പ് അവന്റെ കോൺഫിഡൻസിൽ നിന്ന് അവൻ നേടിയിരിക്കുന്നത്. മാഡത്തിനെതിരെ അങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് അത് മോള് വിട്ടേക്ക്. അമ്മയും മോനും തമ്മിലല്ലേ, ആര് ജയിച്ചാലും അതിൽ വിശേഷമൊന്നും സംഭവിക്കാനില്ല. അന്തസ്സുള്ള മത്സരങ്ങൾ കുടുംബത്തിനകത്തായാലും പുറത്തായാലും അതൊരു രസമാണ്. ഞാനിതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യാൻ ശ്രമിച്ച കാര്യം സാറിന് അറിയാലോ, അത് പാളിപ്പോവുകയും ചെയ്തു. പിന്നെ സൂര്യ സാർ ഒരു തീരുമാനം എടുത്താൽ അതിന്റെ കൂടെ നിൽക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനേ എനിക്ക് പറ്റൂ. അതുമതി. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവും. അച്ഛൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. നിന്റെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാ അവൾ ഈ നേരത്തെ ഇവിടെ കാണില്ലായിരുന്നു. പക്ഷേ കഷ്ടപ്പാടുകളും നാണക്കേടുകളും ഒക്കെ സഹിച്ച് എന്നോട് പറഞ്ഞ വാക്കിന്റെ ബലത്തിൽ നീ ഇവിടെ നിന്നു. എല്ലാം ശരിയാവും മോളെ. നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് അച്ഛന് പ്രതീക്ഷകൾ ഒരുപാടാണ്. ആ, എല്ലാ സന്തോഷങ്ങളും ഒരുമിച്ച് വരുന്നു എന്ന് കൂട്ടിയാ മതി. ആ, പിന്നെ മോളെ, ഈ അവസ്ഥയിൽ മോള് കഠിനമായ ജോലിയൊന്നും എടുക്കരുത്. ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോ എന്താ ചെയ്യേണ്ടതൊന്നും ഇവിടെ ആരും പറഞ്ഞു തരില്ല. മോള് മുത്തശ്ശിയെ വിളിക്കണം,
എന്ത് കാര്യങ്ങളൊക്കെയാ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അതൊക്കെ ചെയ്യും വേണം. സാർ അത് സൂര്യ സാറ് അവൻ നിന്നെ നന്നായി നോക്കിക്കോളും. പ്രത്യേകിച്ച് വരാൻ പോകുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ അവൻ നല്ല ഉത്സാഹത്തിലാ. അവന് മാത്രമല്ല എനിക്കും. നമസ്കാരം സർ. നമസ്കാരം. വരൂ. ഇരിക്കൂ. താങ്ക് യു സർ. ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ ചേട്ടനും അനിയനും കൂടെ? സർ, പാർട്ടി ഓഫീസിന്റെ പണി നടക്കുന്നിടത്ത് സാറ് പോയിരുന്നല്ലോ അല്ലേ? പോയിരുന്നു. മോളെ, വാ മോളെ. ഇതെന്റെ മകളാണ് മിത്ര, ഒരേ ഒരു മകൾ. നമസ്കാരം. നമസ്കാരം. മോളെ, ഇത് PVK അനിൽ, ഇത് PVK സുബിൻ, PVK ഗ്രൂപ്പിന്റെ അതിന്റെ മാനേജിംഗ് ഡയറക്ടേഴ്സ് ആണ് ഇവർ. നമ്മുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇവരാണ് നമുക്ക് വേണ്ടി പണിത് തരുന്നത്. ഹലോ. ഹലോ മാഡം. മോൾ അമ്മയെടുത്തെങ്കിൽ കുടിക്കാൻ എടുക്കാൻ പറയും. ശരി. സർ, അന്ന് മകളുടെ വിവാഹത്തിന് ഞങ്ങൾ വന്നിരുന്നു. അതെന്റെ ജീവിതത്തിലെ വലിയൊരു വേദനയാണ്. നിങ്ങൾ വന്ന കാര്യം പറയൂ. സോറി സർ, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ തന്നെയാണ് ഞങ്ങൾ വന്നത്. എന്റെ മകളുടെ വിവാഹം മുടങ്ങിയതുമായി ബന്ധപ്പെട്ടൊരു കാര്യം. എന്താ അത്? സർ, കഴിഞ്ഞ 4 വർഷമായി ബാദുഷാ ഗ്രൂപ്പിന്റെ ഒരു വലിയ ടെൻഡർ ഞങ്ങൾ എടുക്കാറുണ്ട്. സാറിനോട് ഞങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ വീണ്ടും ടെൻഡർ സമയമാണ്. ഓ, സത്യം പറഞ്ഞ ടെൻഡറിനൊരു എതിരാളിയെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിനുവേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആരാ എതിരാളി? സൂര്യ, പത്മ ഇൻഡസ്ട്രീസിലെ. സൂര്യയാണോ നിങ്ങളുടെ എതിരാളി? അതെ മാഡം. ഞങ്ങൾ ഈ ടെൻഡർ എടുക്കുന്നതിന് മുമ്പ് സൂര്യയാണ് സ്ഥിരമായി എടുത്തിരുന്നത്. സൂര്യ ഒരു മത്സരത്തിനിറങ്ങിയാൽ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. അല്ല, ഒരു ടെൻഡർ ആവുമ്പോ ഒരുപാട് പേര് പങ്കെടുക്കുമല്ലോ. എനിക്കതെങ്ങനെ തടയാൻ പറ്റും? എനിക്ക് വിലക്കാൻ പറ്റും. ടെൻഡറിൽ സൂര്യ പങ്കെടുത്തോട്ടെ, പക്ഷേ അതിൽ ജയിക്കാതിരുന്നാ പോരെ? മാഡം, ഇതൊരു ക്ലോസ്ഡ് ടെൻഡറാണ്. സൂര്യ കോട്ട് ചെയ്യുന്ന തുക ഞങ്ങൾക്കൊരിക്കലും അറിയാൻ കഴിയില്ല. സൂര്യ കോട്ട് ചെയ്യുന്ന തുക നിങ്ങൾക്കറിയാമെങ്കിൽ അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ? പറ്റും മാഡം, തീർച്ചയായിട്ടും പറ്റും. എങ്കിൽ അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഈ ടെൻഡർ നിങ്ങൾക്കേ കിട്ടൂ. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്കനുസരിക്കാമെങ്കിൽ. എന്നെ വിശ്വസിച്ചാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചതെങ്കിൽ എന്റെ മകളെ നിങ്ങൾ വിശ്വസിക്കാം. ഓക്കെ മാഡം, മാഡം പറയുന്നത് പോലെ ചെയ്യാം.